മലയാളികൾക്ക് വളരെയധികം ഇഷ്ടവും മലയാളികളുടെ അഭിമാനവുമായ മോഹൻലാൽ എത്ര വീടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ ഇപ്പോൾ ഇന്റർനെറ്റിൽ പരതുകയാണ്. അതിന് കാരണമായി മാറുന്നത് ഒരു വൈറൽ പോസ്റ്റ് തന്നെയാണ്. മോഹൻലാൽ ദുബായിൽ പോയാൽ തന്നെ നിൽക്കുന്നത് പല സമയത്തും പലയിടത്താണ്. ഇപ്പോൾ ഊട്ടിയിലും അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ നിൽക്കുമ്പോഴും പലയിടത്തായി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും മോഹൻലാലിന് എത്ര വീടുകളുണ്ട് എന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. എന്നാൽ മോഹൻലാലിൻ്റെ പേരിൽ വീടുകളൊന്നുമില്ല. എല്ലാം മക്കളുടെയും സുചിത്രയുടെയും പേരിലാണ് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം കൊടുത്തിരിക്കുന്നത്. എളമക്കരയിൽ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന വസതി, തേവര കൊച്ചിയിൽ അദ്ദേഹത്തിനൊരു ആഡംബര വസതി, ലുലുവിൽ കണ്ടന്നൂരിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഒരു ലക്ഷറി ഫ്ലാറ്റ്, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന വീട്, ചെന്നൈയിൽ ഒരു ആഡംബര വീട്, ഊട്ടിയിൽ ഒരു വില്ല, ബുർജ് ഖലീഫയിൽ ലക്ഷറി അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അറേബ്യൻ റാഞ്ചസിലും ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ദുബായിലെ RP ഹൈറ്റ്സ് ഡൗൺ ടൗണിലും അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ വീടിനാണ് കൂടുതൽ ആരാധകരുള്ളത്. അതിന് കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന വീടായതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ഇടയ്ക്ക് അന്തരിച്ചപ്പോൾ പോലും അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയാണ് ചടങ്ങുകളെല്ലാം ചെയ്തത്. അദ്ദേഹം ജനിച്ചതും വളർന്നതും കുറേയധികം കാലങ്ങളെല്ലാം കഴിഞ്ഞതും ഈ വീട്ടിൽ തന്നെയായിരുന്നു. സിനിമയുടെ സാന്നിധ്യം വളരെയേറെ വർദ്ധിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിങ്ങുകളെല്ലാം തന്നെ ഭൂരിഭാഗവും കൊച്ചിയിലേക്ക് മാറിയതിനു ശേഷമാണ് അതുമായി പൊരുത്തപ്പെട്ട അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറിയത്. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് അകൽച്ചയിലായി തുടങ്ങിയത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മോഹൻലാലിൻ്റെ ഈ വീട് തന്നെയാണ് നോക്കുന്നത്. ഇതിൽ ലക്ഷറി വീടുകളായി പറയാൻ പറ്റുന്നത് 6 വീടുകളാണ്. ആ 6 വീടുകളും നോക്കുന്നത് മക്കളുടെ പേരിൽ തന്നെയാണ്. എന്നാൽ വില്ലകളും റിസോർട്ടുകളും സ്വന്തമാക്കിയിട്ടുള്ള മോഹൻലാലിൻ്റെ എല്ലാ സ്വത്തുക്കളും ഭാര്യ സുജാതയുടെ പേരിലാണ്. സുജാതയ്ക്ക് രജിസ്റ്റർ ചെയ്താണ് മോഹൻലാൽ അത് വാങ്ങിയിട്ടുള്ളതും. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി തന്നെയാണ് ഒരുക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒന്നും അദ്ദേഹം അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല. അത്രയേറെ കുടുംബത്തെ സ്നേഹിക്കുകയും മക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മക്കൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നൽകി അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു അച്ഛൻ കൂടിയാണ് മോഹൻലാൽ. അവൻ്റെ പ്രായത്തിൽ എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതായിരുന്നു പ്രണവ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിൻ്റെ ചോദ്യത്തിനെ കുറിച്ച് മോഹൻലാൽ നൽകിയ മറുപടി. എനിക്കപ്പോഴേക്കും സിനിമയും ബഹളവുമായിരുന്നു. അന്ന് എനിക്കതൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കാത്തത് അയാൾ ഈ പ്രായത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നതെന്ന് മോഹൻലാൽ മക്കളെക്കുറിച്ച് പറയുമ്പോഴും താനായിട്ട് നൽകേണ്ട കാര്യങ്ങളെല്ലാം മക്കൾക്ക് നൽകി തന്നെയാണ് മോഹൻലാൽ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.